സംസ്ഥാനത്ത് ദുരിത പെയ്ത്ത് തുടരുകയാണ്. മഴക്കെടുതിയിൽ 5 ജീവനുകളാണ് ഇന്ന് നഷ്ടമായത്. പൂഞ്ഞാർ പയ്യാനിത്തോട്ടത്തിൽ വീടിടിഞ്ഞാണ് അമ്മയും മകനും മരിച്ചത്. ഇടുക്കി കോലാഹലമേട്ടിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വൈക്കം സ്വദേശിക്കും അടൂർമലയിൽ വീട്ടമ്മയ്ക്കും ജീവൻ നഷ്ടമായി. മലപ്പുറം കൊണ്ടോട്ടിയിൽ 4 വയസ്സുകാരനും ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. വരും മണിക്കൂറുകളിലും അതിതീവ്ര മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. തൃശൂർ ജില്ലയിൽ കൂടി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതോടെ 9 ജില്ലകളിൽ കനത്ത ജാഗ്രതയാണ് നിലനിൽക്കുന്നത്. വയനാടും മഴ കനക്കുകയാണ്. ആശങ്കയായ നദികളിലെ ജലനിരപ്പും ഉയരുന്നു. കർണാടക വനത്തിൽ ഉരുൾപൊട്ടി. കണ്ണൂർ കാര്യങ്കോട് പുഴയിൽ വൻ കുത്തൊഴുക്ക്. ഒറ്റപ്പെട്ടു പോയ സ്ത്രീയെ സാഹസികമായി രക്ഷപ്പെടുത്തി. പാൽച്ചുരത്തിൽ മണ്ണിടിഞ്ഞു. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഉളിക്കൽ, മണിക്കടവ്, വയത്തൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ വെള്ളം കയറി. കൊളിത്തോട് മേഖലയിലും ശക്തമായ കുത്തൊഴുക്ക്. ജില്ലയിൽ മലയോര മേഖലയിൽ കനത്ത മഴ തുടരുകയാണ്. പാൽച്ചുരത്തിൽ റോഡ് തകർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. ഉളിക്കൽ പഞ്ചായത്തിലെ 3 പാലങ്ങൾ വെള്ളത്തിനടിയിൽ. ആറളത്ത് ചിത്രശലഭ സംഗീതത്തിൽ വെള്ളം കയറി. കോളിത്തട്ടിൽ മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും. പുളിങ്ങോം കൊഴിച്ചാലിൽ കുടുങ്ങിയ സ്ത്രീയെ രക്ഷിച്ചു. അർജുൻ കല്യാട് വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, കർണാടക വനത്തിൽ ഉരുൾപൊട്ടി എന്നുള്ളതാണ് വിവരം. വലിയ കുത്തൊഴുക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതൊക്കെ മേഖലകളിലാണ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ? മാധു, തീർച്ചയായിട്ടും കണ്ണൂർ ജില്ലയിൽ അതിശക്തമായ മഴ തുടരുകയാണ്. കണ്ണൂരിൻ്റെ മലയോര മേഖലയിലെല്ലാം തന്നെ അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്നു എന്നുള്ളതാണ്. ഇന്നലെ രാത്രിയിൽ തുടങ്ങിയിട്ടുള്ള മഴ ഈ നിമിഷം വരെയും നിർത്താതെ തന്നെ പലയിടങ്ങളിലും പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മയ്യിൽ പ്രദേശത്താണ്. മയ്യിൽ പ്രദേശത്തുള്ള നമുക്ക് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ തന്നെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും. അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്നു. പുഴകളിലെല്ലാം നദികളിലെല്ലാം തന്നെ അതിശക്തമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമാണ് പലയിടങ്ങളിലും കാണാൻ വേണ്ടി കഴിയുന്നത്. ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് ഈ മലയോര മേഖലകളിലാണ് അതിശക്തമായ രീതിയിലുള്ള നാശനഷ്ടങ്ങളും ചില അനിഷ്ട സംഭവങ്ങളുമൊക്കെ ഉണ്ടായിട്ടുള്ളത്. പാൽച്ചുരത്തിൽ റോഡ് ഗതാഗതം മണ്ണിടിഞ്ഞു വീണതിൻ്റെ ഭാഗമായി തടസ്സപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പുളിങ്ങോം കോഴിച്ചാലിൽ തുരുത്തിൽ കുടുങ്ങിയ ഒരു സ്ത്രീയെ പിന്നീട് ഫയർഫോഴ്സും നാട്ടുകാരും ഒക്കെ ചേർന്ന് രക്ഷിക്കുകയായിരുന്നു. ആറളത്ത് അതിശക്തമായ മഴ ഇന്നലെ രാത്രി മുതൽ തന്നെ തുടരുകയാണ്. അവിടെ 11-12 ബ്ലോക്കുകളിലുള്ള ആളുകളെ അവിടെ നിന്നും മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കോളിത്തട്ടിൽ മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലുമുണ്ട്. ഉളിക്കൽ പഞ്ചായത്തിലെ 3 പാലങ്ങൾ, അതായത് വട്ട്യാംതോട് പാലം, അതുപോലെ തന്നെ മണിക്കടവ് പാലം, വയത്തൂർ പാലം തുടങ്ങിയിട്ടുള്ള പാലങ്ങളെല്ലാം തന്നെ വെള്ളത്തിനടിയിലാവുന്ന സാഹചര്യമുണ്ട്. പയ്യാവൂർ പ്രദേശത്ത് അവിടെ വണ്ണായിക്കടവ് പാലത്തിൻ്റെ കൈവരി പൂർണ്ണമായും തന്നെ തകർന്നു പോകുന്ന അവസ്ഥ. അതിശക്തമായിട്ടുള്ള ഈ കുത്തൊഴുക്കിൽ ആണ് തകർന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് വളപട്ടണം പുഴയുടെ കൈവഴിയായിട്ടുള്ള പുഴയാണ്. ഈ പുഴ നേരെ ചെന്ന് ചേർന്നത് വളപട്ടണം പുഴയിലേക്കാണ്. അതിശക്തമായിട്ടുള്ള പുഴ, ഈ പറയുന്ന മലയോര മേഖലകളിലെല്ലാം ശക്തമായ രീതിയിൽ മഴ പെയ്യുന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ പറയുന്ന വളപട്ടണം പുഴയിലേക്ക് ഒഴുകിയെത്തുന്ന ഈ കലങ്ങിയ വെള്ളം. അത് കലങ്ങിയ വെള്ളം മാത്രമല്ല, ഒരുപാട് മരത്തിൻ്റെ തടികൾ ഉൾപ്പെടെ ഒലിച്ചു വരുന്നതായി കാണാം. അത് കർണാടക വനത്തിൽ ഉരുൾപൊട്ടിയതിൻ്റെ പ്രാഥമികമായിട്ടുള്ള സൂചനയാണ് എന്നുള്ളതാണ് ഫയർഫോഴ്സിലും മറ്റ് ബന്ധപ്പെട്ട അധികൃതരിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എല്ലാ സ്ഥലങ്ങളിലും ആളുകൾക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. പഞ്ചായത്ത് അധികൃതരും മറ്റ് ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാരവാഹികളുമെല്ലാം അതത് ഇടങ്ങളിൽ ആവശ്യാനുസരണം ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. അതുപോലെ തന്നെ ക്യാമ്പുകൾ സജ്ജമാക്കുന്നു. അത്തരത്തിൽ വലിയ രീതിയിൽ അതിശക്തമായ മഴ മണിക്കൂറുകളായി കണ്ണൂർ ജില്ലയിൽ പലയിടങ്ങളിലും പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. മാധു, പിന്നെ ഏതൊക്കെ മേഖലകളിലാണ് ഇപ്പോൾ മുൻകരുതലുകൾ ഉള്ളത്, മുൻകരുതൽ നിർദ്ദേശങ്ങൾ ഉള്ളത് എന്നുള്ളതാണ്? എവിടെങ്ങളിലൊക്കെയാണ് ഈ വെള്ളക്കെട്ടും മറ്റു പ്രശ്നങ്ങളും ഉള്ളത്? മാധു, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂരിൻ്റെ മലയോര മേഖലകളിലാണ് വ്യാപകമായ രീതിയിൽ നാശനഷ്ടങ്ങളും ഈ അനിഷ്ട സംഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. പലയിടങ്ങളിലും ഇത്തരത്തിൽ മണ്ണിടിച്ചിലും അത്തരത്തിലുള്ള കുത്തൊഴുക്കും മലവെള്ളപ്പാച്ചിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആറളം ഫാമിൻ്റെ 11-13 ബ്ലോക്കുകളിലാണ് വെള്ളം കയറിയിരിക്കുന്നത്. അവിടെ താമസിക്കുന്ന ആളുകളെ തൊട്ടടുത്ത അംഗൻവാടിയിൽ ദുരിതാശ്വാസ ക്യാമ്പ് സജ്ജമാക്കുകയും ആ ഭാഗത്തേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പെരിങ്ങോം കോഴിച്ചാൽ പ്രദേശത്ത് മണ്ണിടിഞ്ഞതിൻ്റെ ഭാഗമായി അവിടെ വലിയ രീതിയിലൊരു ആശങ്ക ആദ്യം ഉണ്ടാവുകയും അവിടെ ഒരു സ്ത്രീ കുടുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പിന്നീട് ഫയർഫോഴ്സും നാട്ടുകാരും ഒക്കെ ചേർന്ന് അവരെ അവിടെ നിന്നും മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ മണിക്കടവ് ചപ്പാത്ത് പാലത്തിൽ ഇത്തരത്തിൽ വെള്ളം കയറുകയും ആ പാലം മുങ്ങിപ്പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഉളിക്കൽ പഞ്ചായത്തിലാണ് ഈ ചപ്പാത്ത് പാലമുള്ളത്. അതിലേറ്റവും പ്രധാനമായി പറയാനുള്ളത് ഈ കണ്ണൂരിൽ നിന്നും വയനാട് മാനന്തവാടിയിലേക്കുള്ള
ഗതാഗതമൊക്കെ പ്രധാനമായും ആശ്രയിക്കുന്ന ഒരു വഴി എന്ന് പറയുന്നത് പാൽച്ചുരം പാതയിലാണ്. ആ പാൽച്ചുരം പാതയിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ശക്തമായ രീതിയിൽ വാഹന ഗതാഗതം അവിടെ നിയന്ത്രിക്കുന്നുണ്ട് എന്ന് ജില്ലാ ഭരണകൂടം തന്നെ അറിയിപ്പായി നൽകിയിട്ടുണ്ട്. പഴശ്ശി ഡാമിന്റെ 16 ഷട്ടറുകളിൽ 15 ഷട്ടറുകളും ഇതിനകം തന്നെ തുറന്ന് വെച്ചിട്ടാണുള്ളത്. കാരണം ശക്തമായ മഴ പെയ്യുമ്പോൾ ഏതെങ്കിലും നേരത്തെ മുൻപ് 2018 പ്രളയത്തിന്റെ സമയത്തൊക്കെ നമുക്കറിയാവുന്നതാണ്, പഴശ്ശി ഡാമിന്റെ അണക്കെട്ടുകൾ അത് ഷട്ടറുകൾ പെട്ടെന്ന് തുറക്കാൻ വേണ്ടി കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും. ആ അണക്കെട്ടിൽ നിന്ന് വെള്ളം കവിഞ്ഞൊഴുകുന്ന ഒരു സ്ഥിതിയുമൊക്കെ ഉണ്ട്. അപ്പോൾ അതിന്റെ ഒരു മുൻകരുതൽ എന്ന രീതിയിൽ 16 ഷട്ടറുകളിൽ 15 ഷട്ടറുകളും ഇപ്പോൾ തുറന്ന് വെച്ചിരിക്കുകയാണ്. കണ്ണൂർ ബാവലിപ്പുഴയുടെ തീരത്തെ അണുങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്ത് മുന്നറിയിപ്പ് ഇപ്പോൾ അതിന്റെ മുകളിലേക്കും കടക്കുന്ന സ്ഥിതിയാണുള്ളത്. വിവരങ്ങൾ നൽകിയത്. കർണാടക വനത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് വിവരം. അതുകൊണ്ട് തന്നെ പല നദികളിലും ഇപ്പോൾ വെള്ളപ്പൊക്കമുണ്ടായിരിക്കുന്നു. ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യമാണ്. ചിലയിടങ്ങളിലൊക്കെ നേരിയ തോതിൽ മണ്ണിടിച്ചിലും മറ്റുമുണ്ട്. പാൽച്ചുരത്തിൽ മണ്ണിടിച്ചിലുണ്ട്. വയനാട്ടേക്കുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്.